അച്ഛൻ പറയുന്നത് ദിസ് ഇസ് മൈ കരിയർ, പ്രതികരിക്കരുത്, പറ്റത്തില്ല, നിങ്ങൾ മിണ്ടാതിരുന്നോണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം കേട്ട് മിണ്ടാതിരിക്കാൻ മക്കളായി നമുക്ക് പറ്റത്തില്ല. അച്ഛനെ പറയുന്നത് വീണ്ടും മനസ്സിലാക്കാം. കമന്റ് ബോക്സിൽ ഇരുന്ന് അച്ഛനെ തെറി വിളിക്കുന്നതും അതൊക്കെ വീണ്ടും സഹിച്ചു വിടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എൻ്റെ വീട്ടിലിരിക്കുന്ന അമ്മ പറയും ഇവന്മാർക്ക് കാര്യം അവകാശം കൊടുത്തു. മാധവ് സുരേഷിനെ ഒരു സിനിമയിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും, എസ്പെഷ്യലി വിത്ത് സുരേഷ് ഗോപി, അതിൻ്റെതായ വെദർ എവറിബഡി ലൈക്സ് ഇറ്റ് ഓർ നോട്ട് ഒരു മാർക്കറ്റിംഗ് ഗെയിൻ അവിടെ കാണുന്നുണ്ട്. അങ്ങനത്തെ ഏതൊരു മനുഷ്യനും ഉണ്ടാവുന്ന മിസ്റ്റേക്സ് എൻ്റെ അച്ഛനും പറ്റിയിട്ടുണ്ട്. ഈ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ, ആർക്കെങ്കിലും അവനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ, ഒരു മനുഷ്യന് പറ്റുന്ന തെറ്റുകളെ പറ്റിയിട്ടുണ്ട്. ഐ ലൈക്ക് ദ ടോപ്പ് ടിയർ ഓഫ് BJP. എനിക്ക് അവിടെ നിന്ന് താഴോട്ട്, ഞാൻ ഇപ്പോൾ ഓപ്പണായിട്ട് മീഡിയയിൽ പറയുകയാണ്, ഞാൻ അത്ര അംഗീകരിക്കുന്ന ഒരു സിസ്റ്റം അല്ല. അപ്പം അച്ഛൻ BJP മിനിസ്റ്റർ ആയതുകൊണ്ട് ഡു ഐ സപ്പോർട്ട് BJP? നോ, ഐ സപ്പോർട്ട്. ഈ പ്രായത്തിലും ഇന്നും ചെറുപ്പക്കാർ ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യുന്ന ഒരു നടനാണ് മമ്മൂട്ടി സാർ. ആസ് പ്യോർലി ആസ് എൻ ആക്ടർ, ലാൽ സാർ, മോഹൻലാൽ സാറിനെ ആണെങ്കിലും മമ്മൂട്ടി സാറിനെ ആണെങ്കിലും അവരെ വരെ അഭിനയം പഠിപ്പിക്കാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ കമന്റ് ബോക്സ് നോക്കിയാൽ അറിയാം. Our unique blend of authentic healing therapies offers a transformative journey. Rejuvenate your body, calm your mind, and immerse in pure wellness. ലെഗസിയുടെ തെളിമയുള്ള ഏറ്റവും ശക്തിമത്തായ മറ്റൊരു കണ്ണി കൂടിയാണ് ഇപ്പോൾ ഉള്ളത്, മാധവ് സുരേഷ് ഗോപി. നമസ്കാരം. അച്ഛൻ്റെ സിനിമയിലാണ് ആദ്യമായിട്ട് ഒരു മുഖം കാണിക്കുന്നത്. മുഖം കാണിക്കാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ഭരണാവശ്യമുണ്ട് എന്ന് പറയുന്ന പടത്തിൽ. ഇപ്പോൾ ഈ അച്ഛനോടൊപ്പം ഒരു മുഴുനീള വേഷം ചെയ്യുന്നു JSKയിൽ. എങ്ങനെയുണ്ടായിരുന്നു അച്ഛനോടൊപ്പം ഉള്ള ആക്ടിങ്? ഇപ്പം എനിക്കത് രണ്ട് ആംഗിളിൽ നോക്കാൻ പറ്റും. ഒന്ന്, ഞാൻ ഇപ്പോൾ അച്ഛനാണെങ്കിലും when he is going to his work environment, മലയാള സിനിമയിൽ അച്ഛൻ ഒരു സൂപ്പർ സ്റ്റാറാണ്. അപ്പം ഞാൻ അവിടെ ഒരു വർക്കിംഗ് എൻവയൺമെൻറ്റിൽ പോകുമ്പോൾ അതേപോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നത്, ദാറ്റ് ഇൻ ഇറ്റ് സെൽഫ് ഇസ് സംതിങ് വെരി ബിഗ് ഫോർ മീ. എനിക്കത് ഒരുപാട് അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷമാണത്. ഈ സിനിമ ഇനി ഇറങ്ങിക്കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ പോയിരുന്ന് കാണുമ്പോഴത്തേക്കും അത് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ പോയിരുന്ന് കാണുന്ന പോലെ തന്നെ ആയിരിക്കും. സോ പല രീതി നോക്കിക്കഴിഞ്ഞാൽ എനിക്കിതൊരു ഭയങ്കര പ്രൗഡ് മൂമെൻ്റ് എന്ന് പറയാം, ഒരു ഹാപ്പി മൂമെൻ്റ് എന്ന് പറയാം. പിന്നെ അതിൻ്റെ മുകളിൽ എനിക്ക് ഈ ഇതേപോലെ അച്ഛൻ മാത്രമല്ല, അനുപമയാണേലും ദിവ്യ ചേച്ചി, ശ്രുതി ചേച്ചി, അസ്കറൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. ജയൻ ചേട്ടനുണ്ട്, ബൈജോ അങ്കിൾ, ഓൾ ഓഫ് ദം. സോ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്, അതായത് ഞാൻ ഫസ്റ്റ് ഒരു പ്രോപ്പർ ക്യാരക്ടർ ചെയ്യുന്നത് JSKയിലാണ്. ഇവരായിട്ട് ആദ്യമേ തന്നെ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് കിട്ടും. ദാറ്റ് വാസ് ക്വൈറ്റ് ഇൻക്രെഡിബിൾ ഇഫ് യു ആസ്ക് മീ. എനിക്ക് നല്ലൊരു ഡിഫിക്കൾട്ട് ബട്ട് സ്റ്റീപ്പ് ലേണിംഗ് കർവ് ആയിരുന്നു JSK എന്ന് പറയുന്ന സിനിമ. ഫസ്റ്റ് ഷോട്ട് അച്ഛനുമായിട്ടുള്ള ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അത് അച്ഛനും ദിവ്യ ചേച്ചി ഉണ്ടായിരുന്നു. ഇറ്റ്സ് സംതിങ്. ഞാൻ ആ ദിവസം ഭയങ്കര ഇൻറ്റിമിഡേറ്റഡ് ആയിരുന്നു. നല്ല ഒരു ക്ലോസ്ഡ് എൻവയൺമെൻ്റ് ആയിരുന്നു. അച്ഛൻ ഓപ്പോസിറ്റ് ഇരുന്ന് ഞാനും ദിവ്യ ചേച്ചിയും സംസാരിക്കുന്ന ഒരു സീനാണ്. സോ വളരെ ചെറിയ ഡയലോഗ്, അതായത് ഒരു 3 വാക്കുകളെ കാണത്തുള്ളൂ, അതുവരെ ഞാൻ തെറ്റിച്ചു. അങ്ങനത്തെ അത്രയും ഹൈ പ്രഷർ ഒരു ആദ്യമായിട്ട് അങ്ങനെ എടുക്കുന്നതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. എൻ്റെ ഫസ്റ്റ് ഷോട്ട് ഇൻ സിനിമ ആയിരുന്നു, പ്രോപ്പർ ഷോട്ട് എടുക്കുന്നത്. സോ ബട്ട് ഇറ്റ് വാസ് എൻ എക്സ്പീരിയൻസ്. അന്ന് ഞാൻ ബുദ്ധിമുട്ടിയത് കാരണം ഇന്ന് എനിക്ക് പലപ്പോഴും ക്യാമറ കാണുമ്പോൾ എനിക്ക് അത് കഴിഞ്ഞ് ഐ ഡോണ്ട് തിങ്ക് സോ ഇതുവരെ ഞാൻ ഇൻറ്റിമിഡേറ്റ് ആയിട്ടുണ്ടോ അല്ലെ പേടിച്ചിട്ടുണ്ടോ. ഞാൻ ഒരുപാട് ഇപ്പോൾ രജനി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത മൈം ഗോപി സാറുണ്ട്. മൈം ഗോപി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അത് കഴിഞ്ഞ് കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. അതെ. അപ്പോൾ അച്ഛൻ എന്തെങ്കിലും സജഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശങ്ങളോ എന്തെങ്കിലും തന്നിരുന്നു? അഭിനയിക്കുന്ന സമയത്ത് ഞാൻ പോയിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അച്ഛൻ അവിടെ അച്ഛൻ്റെ വർക്കിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്, ലൈക്ക് ഐ സെഡ്. ആൻഡ് അതല്ലാതെ ഇപ്പോൾ എൻ്റെ അംഗം അട്ടഹാസം എന്ന് സുജിത് എസ് നായർ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ, അതിൻ്റെ ഒരു ഫുട്ടേജ് അച്ഛൻ കണ്ടായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷൻ വിസിറ്റ് ചെയ്തപ്പോൾ. ആ സമയത്ത് ഐ തിങ്ക് അത് കണ്ടു കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞ് അച്ഛനത് പറയുന്നത് റാൻഡമായിട്ട് വേറെ ഏതോ ഒരു കോൺവെർസേഷൻ ഇരിക്കുമ്പോൾ അച്ഛനത് ഓർത്തെടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനത്തെ ഒരു സീനിൽ ആ ഇമോഷൻ ബിൽഡപ്പിൻ്റെ ഒരു കാര്യം വെച്ചാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിനൊരു 2 ടെക്നീക്കോ ഒരു ടിപ്പോ കാണിച്ചു തന്നു. പറഞ്ഞുതരുമല്ല, അച്ഛനത് കാണിച്ചു തന്നു. അതിൽ നിന്ന് ഐ അബ്സോർബ്ഡ് വാട്ട് എവർ ഐ ക്യാൻ. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാക്കി ഞാൻ ഉപയോഗിക്കാൻ നോക്കി. ഡയറക്ടർ ആ ചേഞ്ച് നോട്ടീസ് ചെയ്തു. സോ എന്തായിരുന്നു ശരിക്കും അതൊരു ജസ്റ്റ് ഡൗൺ ടോപ്പ് ലുക്ക് പോകുന്നതാണ്. ലൈക്ക് എനിക്ക് ക്ലിയർ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. നമുക്കത് എങ്ങനെ ഒരു പുതിയ ഒരു ആക്ടർ ചെയ്യുമ്പോൾ ആമച്ചുറായിട്ട് ഇരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുടെ സജഷൻ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ഒരു പെർഫെക്ഷൻ കാണും. നമുക്ക് ഈ ക്യാമറയിൽ എക്സ്പെക്ട് ചെയ്യുന്നൊരു പെർഫെക്ഷൻ. സോ സംതിങ് ലൈക്ക് ദാറ്റ്. അത് അച്ഛൻ ചെയ്ത് ഒരുപാട് ഹെൽപ്ഫുള്ളായി. അത് എൻ്റെ സിനിമ സുജിത്തേട്ടനും നോട്ടീസ് ചെയ്തായിരുന്നു, അത് ദ ഡയറക്ടർ ഓഫ് ദ മൂവി. അപ്പോൾ എന്തെങ്കിലും കോമ്പിനേഷൻ നിൽക്കുമ്പോൾ എന്തെങ്കിലും
കറക്ഷൻ എന്തെങ്കിലും പറഞ്ഞിരുന്നു ഈ JSKയിൽ? അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് ഇല്ലായിരുന്നു. ഉള്ളതും ഞാൻ വളരെ എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലായതുകൊണ്ട് മേ ബി ഐ ഡോണ്ട് നോ, എനിക്ക് അങ്ങനെ ഒരുപാട് സജഷൻ കിട്ടിയിട്ടില്ല. അതിന് ഞാൻ പറഞ്ഞ് ഡീമോറലൈസ് ആയി പോകണ്ടെന്ന് വിചാരിച്ചായിരിക്കും, അല്ലെങ്കിൽ ഞാനവിടെ ചെയ്യുന്നത് ഓക്കെ അല്ല, ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ചത് പറയുമ്പോഴത്തേക്കും എനിക്കതെങ്ങനെ ഫീൽ ചെയ്യുന്നു, ഇതൊക്കെ ആലോചിച്ചായിരിക്കും. അങ്ങനെ ഒരുപാട് വലിയ സജഷൻസ് ഒന്നും അച്ഛൻ അങ്ങനെ ഓൺസെറ്റ് തന്നിട്ടില്ല. JSKയിലെ കഥാപാത്രം എന്താണ് ശരിക്കും? JSKയിലെ കഥാപാത്രത്തിൻ്റെ പേര് നവീൻ എന്നാണ്. നവീൻ എൻ്റെ തന്നെ പ്രായമുള്ള 23-24-year-old ബോയ് ഡൂയിങ് ഹിസ് തിങ്. വളരെ എന്തോ ഒരു സർപ്രൈസ് എന്ന പോലെ നിലയിലാണ് അനുപമയുടെ ക്യാരക്ടറായിട്ടൊരു കണക്റ്റ് വരുന്നത് അവിടെ നിന്ന്. നവീൻ ജസ്റ്റ് ദയർ ഫോർ ദ ഹോൾ ജേർണി. ആ അനുപമയുടെ അല്ലെങ്കിൽ ജാനകിയുടെ യാത്രയിൽ, ജാനകി വിയുടെ യാത്രയിൽ, ജാനകി വിദ്യാധരൻ ജാനകിയുടെ യാത്രയിൽ കൂടെയുള്ള ഒരു പിൻഗാമി. പ്രവീൺ അങ്ങനെ മാധവനെ തന്നെ സെലക്ട് ചെയ്താന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു? സി, ഇപ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഓബ്വിയസ്, മാധവ് സുരേഷിനെ ഒരു സിനിമയിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും, എസ്പെഷ്യലി വിത്ത് സുരേഷ് ഗോപി, അതിൻ്റേതായ വെദർ എവറിബഡി ലൈക്സ് ഇറ്റ് ഓർ നോട്ട് ഒരു മാർക്കറ്റിംഗ് ഗെയിൻ അവിടെ കാണും. ബട്ട് പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഈ സിനിമ അക്സെപ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ഫസ്റ്റ് റീസൺ, ഇത്രയും ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്യുന്ന ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക്. സോ ദാറ്റ് വാസ് ദ മെയിൻ റീസൺ. ആൻഡ് ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ഐ ടു ക്യാരി ദ വെയ്റ്റ് ഓഫ് ദ മൂവി. ഒരു ക്യാരക്ടർ ചെയ്തു പോകുന്നതും ഒരു സിനിമയിൽ ലീഡ് ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്, ഓൺ സ്ക്രീൻ ആസ് വെൽ ആസ് ഓഫ് സ്ക്രീൻ. ഇത് കുറച്ചും കൂടി എനിക്ക് ആ ലേണിംഗ് എക്സ്പീരിയൻസ് പ്രയോറിറ്റൈസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു എൻവയൺമെൻ്റ് ആയിട്ട് തോന്നി. സോ പ്രവീൺ നേരിട്ട് വിളിക്കായിരുന്നു ഈ ക്യാരക്ടറിലേക്ക്? പ്രവീൺ ചേട്ടനും ജയവിഷ്ണു ചേട്ടനും എൻ്റെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ജയവിഷ്ണു ചേട്ടനും പ്രവീൺ ചേട്ടനുമാണ് എന്നെ വന്ന് ഈ സ്ക്രിപ്റ്റ് പറയുകയും സ്ക്രിപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ദെൻ നെക്സ്റ്റ് ഒരു 2 weeksനകത്ത് ഞാൻ കൺഫേം ചെയ്തു ദാറ്റ് ഐ വിൽ ബി ഏബിൾ ടു വർക്ക് ഓൺ ദിസ് പ്രോജക്റ്റ്. അച്ഛനോട് പറഞ്ഞോ അച്ഛൻ ഇങ്ങനെ ഒന്നും എന്നുള്ള കാര്യം? അച്ഛൻ്റെ അടുത്താണ് അവർ ഫസ്റ്റ് അപ്രോച്ച് ചെയ്തത്. അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയി സ്ക്രിപ്റ്റ് കേട്ടത്. ഒക്കെ കേട്ടു, ഇഷ്ടപ്പെട്ടു, അഭിനയിക്കും അല്ലേ? അപ്പം എൻ്റെ ഒരു റിസൾട്ട് വളരെ 2-3 ദിവസത്തിനുള്ളിൽ അത് നമുക്കറിയാൻ പറ്റും എന്താണ്. എനിക്ക് ആസ് ഓഫ് ടുഡേ ജൂലൈ 17th അല്ലേ റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. നന്നായിരിക്കട്ടെ. മാധവൻ്റെ കരിയറിനെ ഭയങ്കര ബ്രേക്കായി ഉണ്ടാവട്ടെ എന്ന് കരുതുന്നു. പക്ഷേ മാധവൻ്റെ ഒരു പിന്നെ പോസ്റ്റിൽ, ഒരു ഇൻസ്റ്റാ പോസ്റ്റിൽ ഒരു പഴയകാലത്തൊരു പടം ഇട്ടിട്ട്, നിങ്ങൾ 4 മക്കളുമുണ്ട്, അച്ഛനുമുണ്ട്, ദ കിങ് വിത്ത് 2 prince ആൻഡ് 2 princess എന്ന് പറഞ്ഞിട്ടാണ്. ഒരു നല്ല ടാഗ് ലൈനാണ്, നല്ലൊരു കോട്സാണ്. അച്ഛൻ ശരിക്കും ഒരു രാജാവാണോ മാധവനെ സംബന്ധിച്ചുള്ളത്? എൻ്റെ മനസ്സിലെന്നും എൻ്റെ രാജാവാണ് എൻ്റെ അച്ഛൻ. എന്നും വെച്ചാൽ എല്ലാവരുടെ രാജാവാണെന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല, മാധവന് തീർച്ചയായിട്ടും അവകാശം. ഫ്രം മൈ പെർസ്പെക്റ്റീവ് ഇറ്റ്സ് ദി കിങ്, ഓർ ഐ വിൽ കറക്റ്റ് മൈസെൽഫ്, മൈ കിങ്. അച്ഛൻ എന്താണ്, എങ്ങനെയൊക്കെയാണ് ഒരുപക്ഷെ മാധവ് എന്ന് പറയുന്ന ഒരാളെ വിസ്മയപ്പെടുത്തിയിട്ടുള്ളത്? അച്ഛൻ അങ്ങനെ ഒരു കാര്യം ആലോചിക്കാതെ പോയി ചെയ്യാറില്ല. ആൻഡ് സി, ഹ്യൂമൻ എറേഴ്സ് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ഏതൊരു മനുഷ്യനും ഉണ്ടാവുന്ന മിസ്റ്റേക്സ് എൻ്റെ അച്ഛനും പറ്റിയിട്ടുണ്ട്. ലൈക്ക് എനിക്കങ്ങനെ എടുത്തു പറയാനായിട്ട് അറിയത്തില്ല. ഈ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ, ആർക്കെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ, ഒരു മനുഷ്യന് പറ്റുന്ന തെറ്റുകളെ പറ്റിയിട്ടുള്ളൂ. ആൻഡ് ഇഫ് യു ടേക്ക് ഹിം ആസ് എൻ ഇൻഡിവിജ്വൽ, അച്ഛൻ എപ്പോഴും ആരെയും ദ്രോഹിക്കേണ്ട, പറ്റുമെങ്കിൽ സ്വന്തം ഗെയിൻ അവിടെ മാറ്റി, സ്വന്തം നേട്ടം മാറ്റി വെച്ചിട്ടാണെങ്കിലും വേറൊരാൾക്ക് നല്ലത് വരാനാണെങ്കിൽ അത് പോയി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. അത് ഞാൻ ഫുള്ളായിട്ട് ഒരിക്കലും ദാറ്റ്സ് വൺ ഓഫ് ഹിസ് ഗുഡ് ട്രേറ്റ്സ്. അതായത് ഒരുപാട് ആൾക്കാർക്ക് നല്ലത് ചെയ്യുന്നത് ഇസ് എ ഗുഡ് ട്രേറ്റ്. ഞാനത് ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്തിട്ടില്ല, ഓണസ്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ. ബിക്കോസ് എല്ലാവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞ അവസരം നമ്മുടെ കാര്യം നോക്കാരും കാണത്തില്ല. സോ ദാറ്റ്സ് വൺ പ്ലേസ് വെയർ ഐ ഡിഫർ ഫ്രം ഹിം ഇൻ ടേംസ് ഓഫ് ഒപ്പീനിയൻ ഓർ ദ വേ ഐ ഗോ അബൌട്ട് മൈ ലൈഫ്. ബട്ട് ദാറ്റ്സ് സംതിങ് ദാറ്റ്സ് ആഡ്മിറബിൾ ആലോചിക്കുകയാണെങ്കിൽ. കാര്യം അത്രയും സെൽഫ്ലെസ് ആയിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് തന്നെ ഇറ്റ്സ് ഷോസ് എ ലോട്ട് ഓഫ് മെൻ്റൽ സ്ട്രെങ്ത്. ആൻഡ് എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, എത്രയൊക്കെ ഹെയ്റ്റ് എന്നല്ല, നെഗറ്റീവ് എനർജി സറൗണ്ട് ചെയ്താലും, ഹി നെവർ ഗിവ്സ് അപ്പ്. പെർസിസ്റ്റൻസ്, റെസിലിയൻസ്, ഇതൊക്കെ ഇപ്പോൾ ഒരു അച്ഛൻ്റെ നിന്ന് പഠിക്കുന്നതല്ല, വേറൊരാളുടെ നിന്ന് കണ്ടാലും നമ്മളത് അഡ്മയർ ചെയ്യുന്ന കുറച്ച് ട്രേറ്റ്സ് ആണ്. സോ തിങ്സ് ലൈക്ക് ദാറ്റ് മെയിൻലി. അല്ല, ഈ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കരുതെന്നുള്ള ഒരു സജഷൻ എപ്പോഴെങ്കിലും കുടുംബ സദസ്സുകളിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അച്ഛനോട്? ഹീസ് ഹിസ് ഓൺ ഇൻഡിവിജ്വൽ. അച്ഛൻ്റെ സ്വന്തം വഴി കണ്ടുപിടിച്ച് വന്ന് ഈ സിനിമ മേഖലയിലാണെങ്കിലും പൊളിറ്റിക്സിലാണെങ്കിലും അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ടു ഗോ ആൻഡ് അഡ്വൈസ് ഹിം? നോട്ട് മച്ച്. ഇപ്പം തന്നെ മാധവ് സുരേഷിന് സിനിമ വരാൻ കാരണം മാധവ് സുരേഷിൻ്റെ അച്ഛൻ സുരേഷ് ഗോപി ആയതുകൊണ്ട്. സോ അങ്ങനെയുള്ള ഞാൻ ഒരിക്കലും അച്ഛനെ അഡ്വൈസ് ചെയ്യാനൊരു പ്ലേസിലല്ല. സോ ദ ബെസ്റ്റ് ഐ കൻ ഡു ഇസ് സപ്പോർട്ട് ഹിം, വിഷ് വെൽ ഫോർ ഹിം, ബിക്കോസ് ഐ നോ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയല്ല, കഴിവതും കളക്റ്റീവ്ലി ഒരുപാട് ആൾക്കാർക്ക് നല്ലതിന് വേണ്ടിയുള്ളത് ചെയ്യാൻ നോക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ട്
ചില മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാവും. അത് എൻ്റെ പേഴ്സ്പെക്റ്റീവിൻ്റെ മാത്രം മിസ്റ്റേക്സ് ആവാം, ചിലപ്പോൾ അത് മിസ്റ്റേക്സ് ആയിരിക്കില്ല. അങ്ങനെ അച്ഛൻ്റെ ഭാഗത്തു നിന്നൊന്നും മിസ്റ്റേക്ക് തോന്നിയൊരു കാര്യം എന്താണ് പിന്നെ മാധവൻ്റെ കാര്യത്തിൽ, മാധവൻ്റെ കാഴ്ചപ്പാടിൽ? എൻ്റെ കാഴ്ചപ്പാടിൽ ചോദിക്കുവാണെങ്കിൽ, ഇത്രയും വിമർശനം കിട്ടിയിട്ടും അതേ ആൾക്കാരെ തന്നെ സഹായിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും സ്വന്തം കാര്യം മാറ്റിവെച്ച്, സ്വന്തം ആരോഗ്യവും സ്വന്തം സിനിമാ കരിയറും മാറ്റിവെച്ച് ഇന്നും നിൽക്കുന്ന ഒരാളാണ്. ഐ ഡോണ്ട് ഹാവ് ദ മെൻ്റൽ സ്ട്രെങ്ത് ടു ഡു ദാറ്റ്. മാധവാണ് ആ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ ചെയ്യില്ലായിരുന്നു അല്ലേ? എനിക്ക് അത്രയ്ക്കും സാരമില്ല എന്ന് പറഞ്ഞ് നിൽക്കാനുള്ള ഒരു ഐ സ്റ്റിൽ കോൾ ദാറ്റ് മെൻ്റൽ സ്ട്രെങ്ത്. എനിക്കതില്ല, ആ രീതിയിൽ എനിക്ക് ആ മെൻ്റൽ സ്ട്രെങ്ത് ഇല്ല. എന്നാലും അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം മനസ്സുകൊണ്ടെങ്കിലോ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ആയിട്ട് എനിക്ക് അങ്ങനെ അച്ഛനെ ദ്രോഹിച്ചവരെ തന്നെ വീണ്ടും ചെയ്യാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനാണ് അത്? ഐ തിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം. ഐ എം നോ വൺ ടു അഡ്വൈസ് ഹിം. ഐ കെൻ കെയർ ഫോർ ഹിം, ഐ എം നോ വൺ ടു അഡ്വൈസ് ഹിം. അതിനുള്ള ഒരു വ്യക്തിത്വം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ until then I can support him, and if I see him get upset I can be there. കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു നിലയിൽ എനിക്ക് പോയിട്ട് നിൽക്കാം. ദാറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. അച്ഛൻ്റെ വാത്സല്യം, മക്കളോട് ഇത്രയും വാത്സല്യം കാണിക്കുന്ന അച്ഛൻ്റെ എനിക്ക് അത്ര പരിചിതമല്ല. നിങ്ങളുടെ കവളൊക്കെ കടിച്ചെടുക്കുന്ന അതേ സ്വന്തം മക്കളോട് മാത്രമല്ല, പിള്ളേരെ ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ലക്ഷ്മി ചേച്ചീസ് ലോസ്. പിള്ളേരെ അച്ഛന് ഭയങ്കര സ്നേഹമാണ്. അത് പല മീംസിലും പല രീതിയിലും ആൾക്കാർ പ്രസൻറ്റ് ചെയ്യുന്ന അത്രയും ഒരു ഫിൽത്തി ചിന്താഗതി വരെ ഉള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ എന്നാലും ഐ നോ ഹൗ ഹി ഈസ്. അങ്ങനെ പിള്ളേരുടെ അങ്ങനെ. പിന്നെ നമുക്ക് ഇപ്പോൾ ഉള്ള ഇത്രയും ഫെസിലിറ്റീസോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോ അല്ലായിരുന്നു സിനിമ പ്രോബി 10 years ബാക്ക്. മലയാളം സിനിമ 15 years ബാക്ക്, 20 years ബാക്ക്. അച്ഛൻ കൂടുതൽ സജീവമായി വർക്ക് ചെയ്തിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് early 2000s to late 2000s അല്ലേ? ഈ സമയത്ത് ഞാൻ വളരെ ചെറുപ്പമാണ്. എൻ്റെ ഓർമ്മയിലുള്ള അച്ഛൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു വർഷമുള്ള 12 മാസം, 365 days. ഇതിലൊരു 340 ഡേയ്സും അച്ഛൻ വർക്കിലായിരിക്കും, ബിഫോർ പോളിറ്റിക്സ്. ഓക്കെ, ലൈക്ക് പ്യോർലി സിനിമ. ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി whenever he gets a day, ഇപ്പോൾ 400 കിലോമീറ്റർ അപ്പുറത്ത് വല്ലതായിരിക്കും ഷൂട്ട്, ഒരു ദിവസം കിട്ടിയ ഫ്ലൈറ്റും ട്രെയിനും ഒന്നും അല്ല, ആ വണ്ടിയിൽ തന്നെ ഡ്രൈവറിനെ വെച്ച് ഇങ്ങോട്ട് യാത്ര ചെയ്ത് വന്നിട്ട് ആ ഡേ ഉറക്കമൊഴിച്ച് നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. ദെൻ ഹി ഡ്രൈവ്സ് ബാക്ക് ഓർ ഹി ടേക്സ് ഹിസ് ഡ്രൈവർ ബാക്ക് ദ നെക്സ്റ്റ് ഡേ ഇറ്റ് സെൽഫ്. ആ ഒരു ഫ്യൂ അവേഴ്സ് പിള്ളേരായിട്ടും ഫാമിലിയായിട്ടും സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അത്രയും യാത്ര ചെയ്തത് തിരിച്ച് അതേപോലെ പോയി വീണ്ടും പണിയിൽ ജോയിൻ ചെയ്യും. ദാറ്റ്സ് ഹൂ ഹി ഈസ്. സോ അത് സംതിങ് ദാറ്റ്സ് കമൻഡബിൾ. അച്ഛൻ എപ്പോഴും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. കുടുംബത്തോടൊപ്പം നിൽക്കണം, മക്കളുടെ ആ സ്നേഹം അറിയണം. എപ്പോഴും നമ്മൾ ചെയ്യുന്നതിന്, ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാം, ഐ ഡോണ്ട് ഗെറ്റ് മൈ ഫാദർ ഫോർ എ വീക്ക് സ്ട്രേറ്റ്. പക്ഷേ ഞാൻ അവിടെ എൻ്റെ അച്ഛൻ ഈ ചെയ്യുന്ന ഒരു സാക്രിഫൈസ് കണ്ടില്ലെങ്കിൽ ഞാനാണ് അവിടെ തോക്കുന്നത്. സോ ഐ അഡ്മയർ ഹിം ഫോർ ദി എഫേർട്ട് ഹി പുട്സ് ഓൺ എ ഡെയിലി ബേസിസ്. സ്നേഹിക്കുന്ന പോലെ തന്നെ ഇടയ്ക്ക് അല്പം ദേഷ്യമൊക്കെ വരും. കുറച്ച് മുൻ ദേഷ്യമൊക്കെ വന്നിട്ട് ഇച്ചിരി വഴക്കൊക്കെ പറയാറുണ്ട്. അങ്ങനെ പിന്നെ ദോഷമല്ലാത്ത വഴക്കൊക്കെ കിട്ടിയിട്ടുണ്ട് മാധവന്. വൺ തിങ് അബൌട്ട് ഹിം ഇസ്, എനിക്ക് അതും ഞാൻ അങ്ങനെ ദേഷ്യപ്പെടുന്ന അച്ഛൻ്റെ അഡ്മയർ ചെയ്യുന്നൊരു ട്രേറ്റ് ആണ്. കാര്യം പലരും ഈ ദേഷ്യം മനസ്സിൽ വെച്ചിട്ട് പുറകെ ഇരുന്ന് പണി കൊടുക്കും ആൾക്കാർക്ക്. എനിക്ക് കിട്ടിയിട്ടുള്ളതാ, ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഇത് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ളത്. ആൻഡ് ദാറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ്സ് റൈറ്റ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളുടെ മുഖത്ത് പോയി നേരിട്ട് പറയണം. പിന്നെ അച്ഛൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കത്തില്ല. ടേക്ക് ഹിം അബൌട്ട് 15 minutes ടു ഗെറ്റ് പാസ്റ്റ് ദാറ്റ്. ആ സംഭവം നടന്നിട്ടില്ല എന്നുപോലെ ദാറ്റ്സ് ഡൺ ആൻഡ് ഡസ്റ്റഡ്, മാറ്റി വെച്ചു. നെക്സ്റ്റ് എന്താണെന്നുള്ളത് അതും വെച്ചുകൊണ്ടല്ല പോകുന്നത്. ആ മനുഷ്യരെ മനുഷ്യരായി തന്നെ കണ്ട് വീണ്ടും ബിഹേവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അച്ഛൻ. സോ ഐ ഫീൽ ലൈക്ക് ദാറ്റ്സ് കമൻഡബിൾ. അതെ, എപ്പോഴെങ്കിലും അച്ഛൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് ഭയങ്കര വേദനിച്ച ഏതെങ്കിലും സന്ദർഭമുണ്ടോ? സ്വന്തം അച്ഛൻ വഴക്ക് പറഞ്ഞാൽ പിന്നെ വിഷമിക്കത്തില്ലേ? എന്നാലും കുറച്ച് നേരം നമ്മൾ സാധാരണ അങ്ങനെ ഉണ്ടാവില്ല, എങ്കിലും കുറച്ച് നേരം ഹോണ്ട് ചെയ്ത കുറച്ച് നേരമൊക്കെ വിഷമിക്കും. ബട്ട് എന്നെ ദ്രോഹിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, എൻ്റെ നല്ലതിന് വേണ്ടി തന്നെയാണ് അച്ഛൻ പറയുന്നതെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് എന്നുമുണ്ട്. സോ ദോ ഐ ഗെറ്റ് ഹേർട്ട്, ഐ വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. എൻ്റെ ഇമോഷൻസ് ഞാൻ പ്രോസസ്സ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഐ സിറ്റ് ഡൗൺ. ഓക്കെ, അച്ഛൻ എന്താണ് പറയാൻ നോക്കിയത് എന്ന് മനസ്സിലാക്കി. പിന്നെ സ്വന്തം മക്കളുടെ കാര്യത്തിൽ വരുമ്പോൾ ഒരാൾക്ക് ഇമോഷണലി കുറച്ചും കൂടെ റൈൽഡ് അപ്പ് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇറ്റ്സ് മോർ പേഴ്സണൽ ഫോർ ദം. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഭയങ്കര തിരക്ക് പിടിച്ച, നേരത്തെ കാട്ടിയും തിരക്ക് പിടിച്ച ഒരു സമയത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത്. പക്ഷേ രാഷ്ട്രീയ അല്ലെങ്കിൽ നടനായ ഒരു അച്ഛനെയാണോ രാഷ്ട്രീയക്കാരനായ അച്ഛനെയാണോ കൂടുതൽ ഇഷ്ടം? ഇറ്റ്സ് വെരി പേഴ്സണൽ ടു മീ. പക്ഷെ അത് എങ്ങനെയാണ് പറയാമെന്ന് വെച്ചാൽ, എനിക്കെന്നും സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ആണ് താല്പര്യം. I love watching movies. More than acting, I love watching movies. Acting is still a profession I'm finding myself in. Or I'm starting to love എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു പെർഫോമർ എന്ന് പറയുന്നത് അച്ഛനാണ്.
സുരേഷ് ഗോപി ദി ആക്ടർ. സോ ഇഫ് യു ആസ്ക് മീ, പിന്നെ എനിക്ക് പൊളിറ്റിക്സ് അത്ര താല്പര്യമില്ലാത്ത ഒരു ഫീൽഡാണ്. ഇറ്റ്സ് ലൈക്ക് ഐ ജെന്യുവൻലി ബിലീവ് ഇഫ് യു ലുക്ക് അറ്റ് അവർ സ്റ്റേറ്റ് അലോൺ, ഈവൻ കൺട്രി വൈഡ് നോക്കുവാണെങ്കിലും ബി ജെ പി, ഐ ലൈക്ക് ദ ടോപ്പ് ടിയർ ഓഫ് ബി ജെ പി. എനിക്ക് അവിടെ നിന്ന് താഴോട്ട്, ഞാൻ ഇപ്പോൾ ഓപ്പണായിട്ട് മീഡിയയിൽ പറയുകയാണ്, ഞാൻ അത്ര അംഗീകരിക്കുന്ന ഒരു സിസ്റ്റം അല്ല. അത് ഞാൻ ഇതിന് മുന്നേ വോക്കലായിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കേരളത്തിൽ മാത്രം നോക്കുകയാണെങ്കിലും ഐ ഡോണ്ട് ഫൈൻഡ് മൈ സെൽഫ് അലൈൻ ടു എനി പാർട്ടി ഹിയർ. ബിക്കോസ് എല്ലാവരും ഒരു ഒന്നോ രണ്ടോ രീതിയിൽ വളരെ നെഗ്ലിജൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ബിക്കോസ് വി വുഡൻറ്റ് ഹാവ് സച്ച് ഇഷ്യൂസ് സ്റ്റാർട്ടിങ് ഫ്രം അവർ ഡ്രെയിനേജ് സിസ്റ്റം ഇൻ കേരള, ദ ഹൈവേ നെറ്റ്വർക്ക് ബീങ് ബിൽഡ്. ഇപ്പം ഞാൻ ഒരാളെ പെർട്ടിക്കുലറായിട്ട് ഞാൻ കുറ്റം പറയുന്നില്ല. ഇത്രയും ടാക്സ് അടയ്ക്കുന്ന ഒരു രാജ്യത്ത്, ഈ ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഇങ്ങനത്തെ വികസനം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല? സോ ദീസ് ആർ ക്വസ്റ്റ്യൻസ് ഐ വാണ്ട് ആൻസർ. അത് ഞാൻ ഒരു പാർട്ടിയെ ടാർഗറ്റ് ചെയ്ത് പറയുന്നതല്ല. ആരാ വരുന്നതെന്ന് വെച്ചാൽ, പിന്നെ ഒരു 20 വർഷത്തെ സ്പാൻ എടുക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് നോട്ട് വൺ പാർട്ടി ദാറ്റ്സ് ദെയർ. അപ്പം ഒരാളെ കളക്റ്റീവായിട്ട് ഞാൻ കുറ്റം പറയുന്നില്ല. എല്ലാവരിടത്തും കുഴപ്പങ്ങളുണ്ട്. ചിലപ്പം അച്ഛൻ പോകുന്ന രാഷ്ട്രീയ വിശ്വാസങ്ങളോട് പോലും പൂർണ്ണമായിട്ടും തൃപ്തനല്ല. അപ്പം അതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞനുസരിച്ചിട്ടാണെങ്കിൽ എൻ്റെ ഒരു മുകൾത്തട്ട് കഴിഞ്ഞാൽ താഴെത്തട്ടിലേക്കുള്ളതിനോടൊന്നും അത്ര. എൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയ നിലപാടിനോട് എനിക്ക് കുഴപ്പമില്ല. ബിക്കോസ് ഐ നോ ആരെയും ദ്രോഹിക്കാനല്ല, ഒരു കള്ളത്തരവും കാണിക്കുന്നില്ല. ഇഫ് എനിത്തിങ് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്താണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ എ ലോട്ട് ഓഫ് പീപ്പിൾ ദാറ്റ് ഡു ദാറ്റ്. അങ്ങനെയുള്ളവർ കാണും, എനിക്ക് അറിയാത്തവരാ. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളത് അച്ഛൻ മാത്രം അങ്ങനെ ചെയ്യാറുള്ളൂ. സോ ഐ ഡോണ്ട് മൈൻഡ് ഹിസ് പോളിറ്റിക്സ്. പക്ഷേ ഞാൻ പറയുന്നത്, ഇപ്പം അച്ഛൻ BJP മിനിസ്റ്റർ ആയതുകൊണ്ട് ഡു ഐ സപ്പോർട്ട് BJP? നോ, ഐ സപ്പോർട്ട് നരേന്ദ്രമോദി, ദ പ്രൈം മിനിസ്റ്റർ. ബിക്കോസ് 10 വർഷം മുന്നേ ഒരു അമേരിക്കക്കാരൻ, UK-കാരൻ, സമ്മൺ ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യനെ കാണുന്നത് ഒരു തേർഡ് വേൾഡ് കൺട്രി ആയിട്ടായിരുന്നു. ദാറ്റ്സ് ഡെഫിനറ്റ്ലി ചേഞ്ചിങ്. ഇപ്പം ഞാൻ ഇനി ഇത് ഇവിടെ നിന്ന് അല്ല എന്ന് പറഞ്ഞാലും ദാറ്റ്സ് എ ലൈ. അത് ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പുറത്തെ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്ത്യയോടുള്ളൊരു പേഴ്സ്പെക്റ്റീവ്. അത് നരേന്ദ്രമോദിജി വന്നു കഴിഞ്ഞിട്ട് തന്നെയാണ്. സോ ഐ സപ്പോർട്ട് ഹിം. ഡസൻറ്റ് മീൻ ഐ സപ്പോർട്ട് ദ ഹോൾ പാർട്ടി. ഡസൻറ്റ് മീൻ ഐ ഹാവ് എനി അതർ പൊളിറ്റിക്കൽ അലീജൻസസ് as well or affiliations. അപ്പം രാഷ്ട്രീയമായിട്ട് ഒന്നിനോടും ഇതില്ല, എനിക്ക് അങ്ങനെ വലിയൊരു വ്യത്യാസങ്ങളില്ല. നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയാനും, അവർ പിന്നെ മോശം ചെയ്താൽ അത് അല്ല എന്ന് പറയാനുമുള്ള ഒരു ധൈര്യം മാധവനുണ്ട്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഓൾ ഐ കെയർ അബൌട്ട്, ഞാൻ എനിക്കെന്താ വേണ്ടത്? എൻ്റെ രാജ്യം, എൻ്റെ സംസ്ഥാനം നന്നായി വരിക. അത് ആര് ചെയ്താലും അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഐ ലൈക്ക് ടു ഹാവ് ദാറ്റ് ഫ്രീഡം. ആൻഡ് അച്ഛൻ ഒരിക്കലും ആ ഫ്രീഡത്തിനെതിരെ നിന്നിട്ടുമില്ല. സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. അത് പല വിമർശനങ്ങൾക്കും പലയിടത്തും പറയുമ്പോൾ ചില വിമർശനങ്ങളൊക്കെ നമ്മൾ ട്രോളുകളൊക്കെ എണ്ണുന്നുണ്ട്, അത് നിൽക്കട്ടെ. പക്ഷേ ആ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ, മമ്മൂട്ടിയും മോഹൻലാൽ എന്ന് പറയുന്ന രണ്ട് മഹാമേരുക്കളുടെ ഒരു വാഴ്ചക്കാലത്ത് സ്വന്തമായിട്ട് അവർക്കിടയിൽ നിന്ന് ഒരു കസേര മുന്നിലേക്ക് വലിച്ചിട്ട് ആ പദവിയിലേക്ക് വന്ന ഒരാളാണ്. അതിനകത്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല, പക്ഷേ കേട്ടറിവ് വെച്ച് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ആ പദവിയിൽ അദ്ദേഹം അതിന് ഏറ്റവും അർഹനുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ആ പദവി അത്ര മോശമല്ലെന്ന് മാത്രമല്ല, അതിന് അർഹനാണെന്ന് മാത്രമല്ല, ആ മഹാമേരുക്കൾക്കിടയിൽ നിന്നാണ് അദ്ദേഹം വന്നതെന്നുള്ളതിനും ഒരു വാല്യൂ കൂടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മാധവൻ്റെ ആ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പദത്തിന് അർത്ഥമുണ്ടെന്ന് ഞാനും മനസ്സിലാക്കുന്നു. അച്ഛൻ സൂപ്പർ സ്റ്റാർ ആണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടല്ല അച്ഛൻ സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്നത്. ദാറ്റ്സ് മൈ ഓൺലി പോയിന്റ്. ഞാനല്ല ഈ സൂപ്പർ സ്റ്റാർ ആണെന്ന് ആദ്യം പറഞ്ഞത്. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ മോഹൻലാൽ സാറിനെ ആണെങ്കിലും മമ്മൂട്ടി സാറിനെ ആണെങ്കിലും അവരെ വരെ അഭിനയം പഠിപ്പിക്കാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം. മോഹൻലാലിൻ്റെ ഈ അഭിനയം ശരിയായില്ല, മമ്മൂട്ടിയുടെ ഈ അഭിനയം ശരിയായില്ല, സുരേഷ് ഗോപിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, സുരേഷ് ഗോപി പൊട്ടന, ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ദിസ് ഇസ് ഓൾ നോയ്സ്. സൈഡിൽ ഇരുന്ന് ഇവരെയൊക്കെ ഇത്രയും വർഷങ്ങളായിട്ട് അടുപ്പിച്ച് ഇൻഡസ്ട്രി ഡോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. വിത്ത് മൾട്ടിപ്പിൾ, 1-2 നല്ല സിനിമകളല്ല, കയ്യിലെണ്ണാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ നല്ല സൂപ്പർ ഹിറ്റ്സ് കൊടുത്തിട്ടുള്ള ആക്ടേഴ്സ് ഇവരെല്ലാം. ഇപ്പോഴും അത് നടന്നുകൊണ്ട് പോകുന്നു. ഹോപ്പ്ഫുള്ളി യെസ്. ആൻഡ് ഇപ്പോൾ തുടരും ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ലൈക്ക് ഐ സെഡ്, നമുക്ക് ഈസിയാണ് എപ്പോഴും ഒരു സോഷ്യൽ മീഡിയ മറയാലെങ്കിലും വെറുതെ ഒരു പണിയെടുക്കാതിരുന്നും ഒരാളെ കുറ്റം പറയാനും ഒരാൾ ചെയ്യുന്ന വർക്കിനെ ക്രിട്ടിസൈസ് ചെയ്യാനും എപ്പോഴും ഭയങ്കര എളുപ്പമാണ്. ഇത് ക്രിട്ടിസിസം അല്ല. ക്രിട്ടിസിസം അഗൈൻ ഇറ്റ്സ് സംതിങ് ദാറ്റ് യു ക്യാൻ ബിൽഡ് ഓൺ. ഇത് കേട്ടിട്ട് ഇവൻ പറഞ്ഞത് ശരിയാണല്ലോ, ഇതിൽ നിന്ന് എനിക്ക് ബെറ്റർ ആവാം എന്ന് വിചാരിക്കുന്ന ടൈപ്പ് ക്രിട്ടിസിസം ഉണ്ട്. മോസ്റ്റ്ലി ഇറ്റ്സ് ജസ്റ്റ് വൾഗർ ഓർ ഇൻസൾട്ട്സ്. നീ പോരാ, എന്നാൽ പിന്നെ എങ്ങനെ നേരെ ആവണ്ടെന്നും കൂടെ പറയാനുള്ളൊരു കഴിവ് വേണം. അല്ലെങ്കിൽ വെറുതെ ഒരാളെ കുറ്റം പറഞ്ഞുകൊണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. അച്ഛനെക്കുറിച്ച് മോശം കമൻറ്റുകളൊക്കെ വരാറുണ്ട്. പേഴ്സണലി നിങ്ങളൊക്കെ അത് ഗോകുലും അതുപോലെ തന്നെ മാധവും പല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇത്തരം പ്രതികരണങ്ങളൊക്കെ തന്നെ വീട്ടിനകത്ത് ചർച്ചയാവാറുണ്ട്. അച്ഛൻ പറയുന്നത് ദിസ് ഇസ് മൈ കരിയർ, ദിസ് ഇസ് വാട്ട് ഐ ഹവ് ചോസൺ ഫോർ മൈ സെൽഫ്, പ്രതികരിക്കരുത്.
പറ്റത്തില്ല, നിങ്ങൾ മിണ്ടാതിരുന്നോണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം കേട്ട് മിണ്ടാതിരിക്കാൻ മക്കളായി നമുക്ക് പറ്റത്തുമില്ല. അത് പലരും മനസ്സിലാക്കാത്ത സ്വന്തം അച്ഛനും അമ്മയും, അവർക്ക് ഇപ്പോൾ സ്നേഹമുള്ള അച്ഛനും അമ്മയാണെങ്കിൽ അങ്ങനെയും ഒരു ഇതല്ല, അച്ഛനമ്മമാരെ കളഞ്ഞിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. അതേപോലെ തന്നെ മക്കളെ കളഞ്ഞിട്ട് പോകുന്ന അച്ഛനമ്മമാരും ഉണ്ട്, രണ്ടും ഉണ്ട്. പക്ഷേ ഇഫ് യു ഹാവ് എ ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് യുവർ പാരൻസ്, അവരെ ഇരുന്ന് പബ്ലിക്കലി കുറ്റം പറയുമ്പോൾ ഇവരത് ഓരോരുത്തരും എനിക്ക് പറയുള്ളൂ, നിങ്ങൾ പറ്റുമെങ്കിൽ മിണ്ടാതിരിക്കും. എത്ര മാസം? 1 മാസം മിണ്ടായിരിക്കും, 2 മാസം മിണ്ടായിരിക്കും, കൂടിപ്പോയാൽ 3-ാമത്തെ ദിവസം അവർ റിയാക്ട് ചെയ്യും. അത് മനസ്സിലാക്കി നിന്ന് കഴിഞ്ഞാൽ അവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും ഒരു മനുഷ്യനാണ്, എൻ്റെ സഹോദരങ്ങളും മനുഷ്യരാണ്, നമ്മുടെ അച്ഛനും അമ്മയും മനുഷ്യർ തന്നെ. ഇവരെ പറ്റി കേൾക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും. ഒരു പരിധി കഴിഞ്ഞാൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യും. പിന്നെ അച്ഛനെ പറയുന്നത് വീണ്ടും മനസ്സിലാക്കാം. കുറേ ആണുങ്ങൾ വന്നിരുന്ന് കമന്റ് ബോക്സിൽ ഇരുന്ന് അച്ഛനെ തെറി വിളിക്കുന്നതും അതൊക്കെ വീണ്ടും സഹിച്ചു വിടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. എൻ്റെ വീട്ടിലിരിക്കുന്ന അമ്മയെ പറയും ഇവന്മാർക്കൊക്കെ ആരും അവകാശം കൊടുത്തു. സോ മൈ പോയിന്റ് ഇസ്, അതിനുള്ള റിയാക്ഷൻ വിൽ ബി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അച്ഛനെ പറയുന്നത് വീണ്ടും കേട്ട് ചിരിച്ചു വിട്ടാലും അമ്മയെ പറയുന്നതിന് എപ്പോഴും ചിരിച്ചു വിട്ടെന്ന് വരത്തില്ല, ഒരിക്കലും പാടില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊന്നും ആലോചിക്കാത്തത്, ഇവരെയും പ്രസവിച്ച് 9 മാസം താങ്ങി പ്രസവിച്ച് ഒരു അമ്മമാർ തന്നെയാണ് ഇരിക്കുന്ന വീട്ടിൽ. അവരെ ആലോചിച്ചിട്ട് വേണം മറ്റുള്ള സ്ത്രീകളെയും മറ്റുള്ള അമ്മമാരെയും പോയിട്ടിരുന്ന് പറയാം. ആ ഒരു ബോധം അത് പലർക്കും ഇവിടെ ഇല്ല. നമ്മൾ മാത്രം അനുഭവിക്കുന്നതല്ല. ഐ ഹാഡ് എ കോൺവെർസേഷൻ വിത്ത് സുപ്രിയ ചേച്ചി റീസെൻ്റ്ലി, സുപ്രിയ മേനൻ പൃഥ്വിരാജ്. സുപ്രിയ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഇങ്ങനെ രാജുവേട്ടനെ വിമർശിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സുപ്രിയ ചേച്ചിയെ മാത്രമല്ല, മല്ലിക ആൻറ്റിയും അവരുടെ കുഞ്ഞിനെയും വരെ ടാർഗറ്റ് ചെയ്താൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 8-9 വയസ്സേ ഉള്ളൂ, കുഞ്ഞിനെയും വരെ ടാർഗറ്റ് ചെയ്യാൻ ഉള്ള സെയ്ഡിസം നിറഞ്ഞ മനസ്സുള്ള ആൾക്കാരുണ്ട്. ഇത്രയും വൃത്തികെട്ട മനുഷ്യരും നമ്മുടെ സമൂഹത്തിലുണ്ട്. സോ ഐ ഫീൽ ലൈക്ക് ദാറ്റ് സംതിങ് ദാറ്റ് നീഡ്സ് ടു ചേഞ്ച്. ആൻഡ് അതിലോട്ട് എത്തുന്നതും പലപ്പോഴും, ഇപ്പോൾ ഐ ഹാവ് ടു ബ്രിങ് ദിസ് അപ്പ്, മീഡിയക്കാരാണ് ഈ സെലിബ്രിറ്റീസ്, അവരെ മനുഷ്യരിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ലിങ്ക്. മീഡിയ പൊതുവെ, ഞാൻ എല്ലാം പറയുന്നില്ല, മോസ്റ്റ്ലി ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പേജസാണ്, അവരിടുന്ന ക്യാപ്ഷൻസും അവരുടെ ഫോട്ടോയ്ക്ക് കൊടുക്കുന്ന ടൈറ്റിൽസും പലപ്പോഴും ഈ ആക്ടേഴ്സ് പറയുന്ന ഒരു 10 സെൻറ്റൻസ് ഉണ്ടെങ്കിൽ അതിൽ ഇവർക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റിയ 2 സെൻറ്റൻസ്, ഇവരെ പറ്റിയ ഒരു വിമർശനം വരുത്തിയ ഒരു സംസാരം ഉണ്ടാക്കാൻ ഇവർക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ TRP എന്ന് പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വ്യൂസും എൻഗേജ്മെൻറ്റും കോമൻറ്റ്സ് ലൈക്സ് ഓൾ ഓഫ് ദാറ്റ്സ് വാട്ട് ഗിവ്സ് ദം ദ മണി. അതിനുവേണ്ടി പറയുന്ന വാക്കുകൾ വളച്ചൊടിച്ച് ഈ മനുഷ്യർ, ഈ വ്യക്തികളുടെ ഫാമിലീസിലോട്ടും ഹെയ്റ്റ് ഡൈവേർട്ട് ചെയ്ത് വിടുന്ന ഒരു പരിപാടി മീഡിയക്കാരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതാണ് ഞാൻ എപ്പോഴും അഡ്രസ്സ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കാത്ത പലരും പറയുന്ന ഇവന് മീഡിയക്കാർ ഇവനെ കുറ്റം പറയുന്നുണ്ട്, ഇവന് മീഡിയക്കാരെ ഇഷ്ടമല്ല. ദിസ് ഇസ് വാട്ട് ഐ എം ട്രൈങ് ടു അഡ്രസ്. ഞാൻ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. കാര്യം ഐ മൈറ്റ് ഗോ ഡൗൺ വിത്ത് ദിസ്, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ജനറേഷൻ കഴിഞ്ഞ് വരുന്ന പുതിയ തലമുറയുള്ള ആക്ടേഴ്സ് മാത്രമല്ല, മനുഷ്യർക്ക് കുറച്ചും കൂടെ ട്രാൻസ്പാരൻറ്റ് ഇൻഫർമേഷൻ കിട്ടിയാൽ ഈ ആക്ടേഴ്സിന് കുറേയും കൂടെ പീസ്ഫുൾ ആയിട്ട് ഈ ട്രോളന്മാരെന്ത് പറയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് പേടിച്ച് വർക്ക് അവരുടെ ഇത് റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരുന്ന ഒരു എൻവയൺമെൻറ്റിൽ നിന്ന് കുറച്ചുകൂടെ ഫ്രീഡത്തോടെ വർക്ക് ചെയ്യാൻ പറ്റിയാൽ അവിടെ ഞാൻ ജയിക്കും. ഗൂഗിള് പിന്നെ ആക്ടിങ് തിരഞ്ഞെടുത്ത് ഒരു വഴിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു അനുഗ്രഹം തേടി മമ്മൂക്കയെ കാണാൻ പോയിരുന്നു. 2 തവണയും, ഒരിക്കലും 2 തവണ. അതിനൊക്കെ മാധവനും പോയിരുന്നു മമ്മൂക്കയെ വല്ലതും കാണാനോ? സോ ഞാൻ JSK തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ഡയറക്ടറായിട്ടും കൂടെ വർക്ക് മമ്മൂട്ടി സാറായിട്ട് കൂടെ വർക്ക് ചെയ്തൊരു ആക്ടറാണ് രതീഷ് ആയിരുന്നു. നമ്മളെല്ലാവരും കൂടെ കാണാൻ പോയായിരുന്നു. ഞാൻ മമ്മൂട്ടി സാറിൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ ഇൻഡസ്ട്രിയിലോട്ട് കയറുന്നത്. എൻ്റെ ഫസ്റ്റ് ഡേ പോലും അല്ല, ഐ തിങ്ക് എ മന്ത് ഓർ 2 വീക്സ് ഓർ സംതിങ് ബിഫോർ ദ മൂവി സ്റ്റാർട്ടഡ് ഞാൻ പോയി ചെയ്തത്. കാര്യം ഞാൻ എന്നും അഡ്മയർ ചെയ്ത ഒരു ആക്ടർ മാത്രമല്ല, ആസ് എൻ ആക്ടർ ഹീസ് ഡൺ എനഫ് ഫോർ us to admire ജസ്റ്റ് ബേസ്ഡ് ഓഫ് ദാറ്റ്. ഈവൻ ഹൗ ഹി ക്യാരീസ് ഹിംസെൽഫ്, സ്വന്തം ബോഡി കെയർ ചെയ്യുന്ന രീതിയിലാണെങ്കിലും ഈ പ്രായത്തിലും ഇന്നും ചെറുപ്പക്കാർ ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യുന്ന ഒരു നടനാണ് മമ്മൂട്ടി സാർ. അതെല്ലാവർക്കും പറ്റത്തില്ല. ഇനി ശ്രമിച്ചാൽ തന്നെ അതിലോട്ട് എത്തണമെന്നുമില്ല. അത് വർഷങ്ങളുടെ ഡിസിപ്ലിൻ കൊണ്ട് അച്ചീവ് ചെയ്തൊരു കാര്യമാണ്. അത് ഞാൻ എന്നും അഡ്മയർ ചെയ്യും. ആൻഡ് ഹീസ്, ഇഫ് യു ആസ്ക് മീ, ഞാൻ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്തിട്ടുള്ള ആക്ടർ ആരാന്ന് ചോദിച്ചാൽ ഇറ്റ്സ് മമ്മൂട്ടി സാർ. എൻ്റെ ഫേവററ്റ് എന്ന് ചോദിച്ചാൽ ശോഭന മാമാണ്. ശോഭന മാമിൻ്റെ അനുഗ്രഹം എനിക്കന്ന് കിട്ടാൻ പറ്റിയില്ല. ബട്ട് ഹോപ്പ്ഫുള്ളി വൺ ഡേ ഐ വുഡ് ലവ് ടു വർക്ക് വിത്ത്. കണ്ടില്ല അപ്പോൾ ഏതാ ഈ വരനെ ആവശ്യമുണ്ടെന്നുള്ളത്? വരനെ ആവശ്യമുള്ള സമയത്ത് ഞാൻ കണ്ടു. സെറ്റിൽ പോയി കൈ കൊടുത്തതും അവിടെ വിറച്ചുകൊണ്ട് നിൽക്കുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഐ കുഡ്ന്റ് ടോക്ക് ടു മച്ച് ടു ഹർ. ശോഭനയെ ഭയങ്കര ഇഷ്ടമാണ്. മൈ ഫേവററ്റ്, യെസ്. അതല്ലേ, ഏത് സിനിമയാണ് ഏറ്റവും കൂടുതൽ അപ്പം ശോഭനയുടെ സിനിമ? അത് ഭയങ്കര ഒരു ഓബ്വിയസ് ആൻസറാണ്, മണിച്ചിത്രത്താഴ്. ബട്ട് ഈവൻ ഇന്നലെ, നോ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദോസ് 2 മൂവീസ് as well. ഏതൊരു സിനിമയെ കണ്ടാലും ആ ക്യാരക്ടറിന് ട്രൂ ജസ്റ്റിസ് ചെയ്യും. ശോഭന എന്ന ഫ്രെയിം അവിടെ കാണും.
പക്ഷേ ആ ഇൻട്രിക്കറ്റ് എമോഷൻസ് എല്ലാം ആ ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും. ഈ ടാലൻസിന്റെ ഒക്കെ ഒരു കൂടിച്ചേരലുണ്ട് അതിനകത്ത് ലാലേട്ടനും സുരേഷനും ഒക്കെ ചേരുന്ന ഒരു വലിയൊരു ഇതാണ്. സറൗണ്ടിങ് കാസ്റ്റ് നോക്കിയാലും നെടുമുടി വേണു സർ, ഇന്നസെന്റ് സർ, KPS ലളിത മാം, തിലകൻ സർ, എഗൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും, കുതിരവട്ടം പപ്പു സർ, എല്ലാവരും നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും അതൊരു വെൽ റൗണ്ടഡ് മൂവി ആയിരുന്നു. ഇത്രയും കിട്ടലോ ആർട്ടിസ്റ്റിന്റെ ഇടയ്ക്കാണ് ശോഭന അവിടെ നമ്പർ 1 ആവുന്നത്. സോ ഐ തിങ്ക് ഷീ വാസ് ഡെഫിനറ്റ്ലി അബവ് മൈ ഡാഡ് ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് സ്കിൽ. അച്ഛനും അതിലൊരു ഗംഭീര പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. അതിനെയും വിട്ടിച്ച് ലാൽ സാറിന്റെ പെർഫോമൻസിനെയും വിട്ടിച്ച് നമ്പർ 1 ആവാൻ പറ്റുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. അതൊരു ആക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് ബുദ്ധിമുട്ടാണെന്ന്. ശോഭന മാം ഡിഡ് ദാറ്റ് എഫേർട്ട്ലെസ്ലി. ഫേവറേറ്റ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് മമ്മൂക്ക, മോഹൻലാൽ, സുരേഷ് ഗോപി ഇവരെ മുന്നിൽ നിർത്തിയാൽ ഇവർ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ആരായിരിക്കും? മമ്മൂട്ടി സാർ. ഇൻ ടേംസ് ഓഫ് എവറിത്തിങ്, പെർഫോമൻസ്, സെലിബ്രിറ്റി, മെയിൻ്റനൻസ്, എല്ലാം നോക്കിക്കഴിഞ്ഞാൽ മമ്മൂട്ടി സാർ ഫോർ മീ. ഇതിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛൻ തന്നെയാണ് ഓബ്വിയസ്ലി. ബട്ട് ആക്ടർ, ഞാൻ ആ ആക്ടറിൽ ആ രീതി തന്നെയാണ് ചോദിച്ചത്. ആസ് മൈ പിക്ക് ഇൻ ടേംസ് ഓഫ് എവറിത്തിങ്, മമ്മൂട്ടി സാർ. ആസ് പ്യൂർലി ആസ് എൻ ആക്ടർ, ലാൽ സാർ. അത് നോ ആർഗ്യുമെന്റ്. He's probably one of the greatest male actors India has seen. There's no arguing about that. So ഒരു അഡ്മിറേഷൻ, ഒരു ആരാധനയൊക്കെ അഡ്മിറേഷനും എന്നും മമ്മൂട്ടി സാറിനാണ് പോയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹം പോയി വാങ്ങിച്ചത്. അതെ, നേരത്തെ സിനിമയുടെ ഡീറ്റെയിൽസ് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഒരു ആക്ടറോ ഒരു സെലിബ്രിറ്റിയോ ആയാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ എടുക്കുന്ന ഒരു മോൾഡ് ഞാൻ ഹൂ വുഡ് ഐ ലൈക്ക് ടു റിസംബിൾ എന്നാലോചിച്ചിട്ടുള്ള മമ്മൂട്ടി സാറിനെ പറ്റിയാണ് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, ഡോണ്ട് ട്രൈ ടു ബി ലൈക്ക് എനി വൺ എൽസ്. Be yourself and you'll grow bigger. And that's one advice I still take every single day. So അവനവനായിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ഇന്നും ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഞാൻ ക്യാരി ചെയ്യാൻ പോകുന്ന ഒരു ലെസൺ ആയിരിക്കും.